പത്തനംതിട്ട കലഞ്ഞൂരിന് പിന്നാലെ കോന്നി കല്ലേരിയിൽ കാട്ടാന ശല്യം പെരുകുകയാണ്. രാത്രിയായാൽ വനമേഖലയിലെ റോഡിലാണ് ആനത്താവളം. ഇതിനിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയെ കണ്ട് ഭയന്ന് വീണ് ഇരുചക്ര വാഹന യാത്രികനും പരിക്കേറ്റു. കല്ലേരിയിൽ കാട്ടാന രാത്രി ശല്യമാണ്. റോഡിന് കൂടുതൽ നീക്കിയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതോ കാണുന്നതാണ് കാട്ടാന റോഡരികിൽ നിന്ന് എന്തോ കഴിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ ഷാരോണിനോടൊപ്പം ധനേഷ് ഗോപാൽ. കോന്നിയിൽ നിന്നും കല്ലേലി കടന്ന് കൊക്കാത്തൂട്ടിലേക്കുള്ള പാതയാണ്. പകൽ സമയത്ത് തന്നെ ഗതാഗതം നന്നേ കുറവ്. രാത്രിയായാൽ പിന്നെ ഇതുവഴിയുള്ള യാത്ര അപകടം പിടിച്ചതാണ്. ശനിയാഴ്ച രാത്രി 8 മണി. കല്ലേലിത്തോട്ടത്തിൽ വോളിബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ട യുവാക്കളാണ് കാട്ടാനകളുടെ മുന്നിൽപ്പെട്ടത്. നേരത്തേക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ ഒന്ന് ആന ക്രോസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്രയും നേരം നിൽക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ആനകളുടെ എണ്ണം കൂടി, ആനകളുടെ ശല്യം കൂടിയിട്ടുണ്ട്. കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട കലഞ്ഞൂർ സ്വദേശി വിദ്യാധരൻ പിള്ള രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കല്ലേലിത്തോട്ടത്തിൽ ഇരുചക്ര വാഹനത്തിൽ ചെന്ന് കയറിയത് ആനയ്ക്ക് മുന്നിലേക്കായിരുന്നു. അവിടെ തിരിക്കാനുള്ള സ്ഥലമില്ലാത്തതിന് പേരിൽ ബൈക്ക് അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആന ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി. ആന എൻ്റെ കൂട്ടത്തിൽ ഓടി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി ആന എൻ്റെ പുറയിലുണ്ടോ. ആന എന്നിട്ട് എൻ്റെ പുറയിലുണ്ടായിരുന്നു. അപ്പോൾ പുറയിലുണ്ട് എനിക്ക് മനസ്സിലായി അതെന്നെ പിടിക്കുമെന്ന് മനസ്സിലായി. അത് അങ്ങനെ ചിന്തിച്ച് കഴിയും ഞാൻ തറ വീഴുകയായിരുന്നു. ഇതിനൊക്കെ പറ്റായപ്പോൾ ഞാൻ വിചാരിച്ചു ആന ഇപ്പോൾ എന്നെ ചവിട്ടുമെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ കിടന്ന് ആന സൈഡിൽ കൂടെ വന്നങ്ങ് പോയത്. വനമേഖല റോഡിൽ പലയിടത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതിന്റെ അടയാളങ്ങളുണ്ട്. തൊഴിലിടങ്ങളിൽ നിന്നും വൈകി വീട്ടിലേക്ക് എത്തുന്നവരും പുലർച്ചെ വീട് വിട്ടിറങ്ങുന്നവരും പരിഭ്രാന്തിയിലാണ്. ഹാരിസൺ മലയാളം തോട്ടത്തിലെ കൈതച്ചക്ക കൃഷിയാണ് ആനകളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കാട്ടാനകൾ ഇറങ്ങുന്ന ഇടങ്ങളിൽ നേരിട്ടുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ വിശദീകരണം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.